ഭാഷകൾ കൂടി ഇപ്രകാരം സുവിശേഷം അറിയിക്കാൻ ഇടയാകുന്നത് എന്നൊരു പക്ഷേ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. പ്രിയമുള്ളവര്, ഒരു കാലത്ത് സമാധാനമില്ലാതെ ദൈവത്തെ ദൈവമെന്നോർക്ക് മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെതായ സുഖലോലുപതകളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായ പാതവഴികളിൽ സമാധാനമില്ലാതെ ജീവിച്ച ഞങ്ങൾക്ക് ദൈവത്തെ ദൈവമെന്നറിയുവാനും ദൈവികമായിരിക്കുന്ന സുവിശേഷ സത്യത്തെ ഗ്രഹിക്കാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കാണിച്ച മഹാകരുണ, ദൈവത്തിന് സമാധാനവും സന്തോഷവും ശാശ്വതമായ ജീവന്റെ അവകാശികളുമായി തീരുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യം ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളും അറിയുകയും പ്രാപിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. കാരണം പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്ന, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന, പാപവഴിയിൽ നിന്ന് മനുഷ്യനെ വിശുദ്ധീകരിച്ച് ദൈവവഴിയിൽ നടക്കുവാൻ തക്കവണ്ണം പ്രാപ്തനാക്കുന്ന സുവിശേഷമാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിളിൽ ഏകദേശം 1500 വർഷങ്ങൾക്കിടയിൽ ജീവിച്ച 40-ലധികം ആളുകളെ കൊണ്ട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഏക പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ അരുളപ്പാടുണ്ട്. വിശുദ്ധ ബൈബിളിൽ പിശാച് സംസാരിച്ചതായ വാക്കുകളുണ്ട്, മനുഷ്യന്റെ വാക്കുകളുണ്ട്, മൃഗത്തിന്റെ വാക്കുകളുണ്ട്. ഇങ്ങനെ സത്യവേദ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം സത്യമായ കാര്യമാണ്. അതിൽ യാതൊരുവിധമായിരിക്കുന്ന ദോഷം ഇല്ല എന്നുള്ളത് ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കണം. കാരണം മനുഷ്യൻ എങ്ങനെ ജനിച്ചു, മനുഷ്യൻ എന്തിനാണ് ജനിച്ചത്, മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത് എന്തിനാണ് എന്ന കാര്യങ്ങൾ, മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിച്ച് മരണശേഷം എന്ത് മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്നു. മാന്യ ശ്രോതാക്കളെ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ദൈവമില്ല, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മാരക രോഗങ്ങളും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അക്രമങ്ങളും അനീതികളും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നാൽ പ്രിയ സ്നേഹിത, ദൈവമുണ്ട് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ശരീരത്തിന്റെ ഘടന ദൈവം സൃഷ്ടിച്ച് ഒരുക്കിയതാണ്. കാരണം മനുഷ്യനെ ഒരുപോലെ ആമേൻ സൃഷ്ടിച്ച ദൈവം, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം തന്റെ സാദൃശ്യപ്രകാരം സ്വരൂപപ്രകാരം ആക്കി ഈ ഭൂമിയിൽ നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവവഴിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടി ദൈവം മനുഷ്യനെ ആക്കി വെച്ചപ്പോൾ മനുഷ്യന് ദൈവം നൽകിയത് സ്വാതന്ത്ര്യമാണ്. ദൈവം നൽകിയ സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗം ചെയ്തു. ദൈവം നൽകിയ സ്വാതന്ത്ര്യം മനുഷ്യൻ അത് ദുർവിനിയോഗം ചെയ്തു നിമിത്തം മനുഷ്യൻ ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് പകരം പാപം ചെയ്ത് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച് ദൈവവഴി വിട്ട് ദൈവത്തോടുള്ള നിത്യമായ ജീവന്റെ ആശ്വാസവും സമാധാനവും വിട്ട് കൂട്ടായ്മ വിട്ട് പിശാചിന്റെ അധികാരത്തിൽ കീഴിൽ മനുഷ്യനായി സ്വസ്ഥത നഷ്ടപ്പെട്ടവനായി സമാധാനം നഷ്ടപ്പെട്ടവനായി പാപഭംഗിതമായ ജീവിതത്തിൽ മനുഷ്യൻ അധപ്പതിക്കുവാനിടയായി. ഏത് അനീതിയും ഏത് അധർമ്മവും ഏത് അക്രമവും ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യൻ തയ്യാറാകുന്ന ഒരു അനുഭവത്തിലെത്തിച്ചേർന്നു. പ്രിയമുള്ളവര്, മനുഷ്യനെ ഇപ്രകാരം പാപത്തിന്റെ അടിമത്തത്തിൽ ആഴ്ത്തിക്കളയുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. ദൈവം പരിശുദ്ധനും നീതിമാനും സർവശക്തനുമായിരിക്കുമ്പോൾ, സർവകൃപാലുവായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ആ സാമീപ്യം, ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ആഴം, ദൈവത്തിന്റെ കരുണ മനുഷ്യനെ തേടി വന്ന് ആ സ്നേഹം മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപം ചെയ്യിപ്പിക്കുന്ന പിശാചിന്റെ അധികാരത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനും ദൈവം ആഗ്രഹിച്ചു. എങ്ങനെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ മകനായി, അതേ കന്യക ഗർഭിണിയായ ഒരു മകനെ
പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടി അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്യുവാനിടയായി. അരുളിച്ചെയ്ത് ദൈവത്തിന്റെ വചനം നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായി. കന്യക ഗർഭിണിയായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്തു. മനുഷ്യനായി ജനിച്ച യേശുവിനെ വിദ്വാൻമാർ വന്ന് കാണുവാനിടയായി. നൂറും കുന്തിരക്കവും പൊന്നും കാഴ്ചവെച്ചു യേശുവിനെ നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, യേശുവിന്റെ അമ്മയായ മറിയയോടുകൂടി യേശുവിനെ കണ്ടു വീണ് നമസ്കരിച്ചത് യേശുവിനെയാണ്. യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായി ഈ ഭൂമിയിൽ രാജാവായി ജനിച്ചവൻ. രാജാവായി ജനിച്ച യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ തന്നെ അവൻ രാജാവാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് യേശുവിന്റെ ജനനത്തിങ്കിൽ കൊട്ടാരത്തിൽ വന്ന് യഹൂദ രാജാവായിരിക്കുന്ന ഹേരോദാവിനോട് ചോദിക്കുവാനിടയായി. യഹൂദ രാജാവായി ഹേരോദാവ് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വിദ്വാൻമാരെ വിളിച്ചു ചോദിച്ചു. പ്രിയമുള്ളവരെ, ഇങ്ങനെ യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിനെ കാണുവാൻ വിദ്വാൻമാർ അവർക്ക് നൽകിയതായ ലക്ഷ്യങ്ങൾ, അവർക്ക് നൽകിയതായിരിക്കുന്ന ആ ആലോചന പ്രകാരം അവർ കടന്നുപോയി യേശുവിനെ കണ്ട് വീണ യേശുവിനെ നമസ്കരിച്ചു. എന്നാൽ ഹേരോദാവ് തന്റെ രാജ്യത്തിൽ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന്, യേശുവിനെ കൊന്നുകളയേണ്ടതിന് വേണ്ടി ആലോചന ക്രമീകരിച്ച് യേശുവിനെ അന്വേഷിച്ചു. പക്ഷേ യേശുവിനെ കണ്ടെത്തുവാൻ ഹേരോദാവിന് കഴിഞ്ഞില്ല. ഇന്നും ഈ കാലഘട്ടത്തിലും ഒരു കൂട്ടം യേശുവിനെ ആരാധിക്കുവാൻ, യേശുവിനെ യഥാർത്ഥമായി അന്വേഷിക്കുവാൻ തയ്യാറാകുമ്പോൾ മറ്റൊരു കൂട്ടം യേശുവിനെ അന്വേഷിക്കുന്നത് യേശുവിനെ കൊന്നുകളയുവാനാണ്. തങ്ങളുടെ രാജ്യത്തിൽ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി, തങ്ങളുടേതായിരിക്കുന്ന പ്രൗഢിയും പ്രതാപവും നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി, തങ്ങൾ ജീവിച്ചു പോരുന്ന പാപവഴികളിൽ തുടരേണ്ടതിന് വേണ്ടി യേശുവിനെ കൊന്നുകളയുവാൻ ഒരു കൂട്ടം ജനം ആഗ്രഹിക്കുമ്പോൾ വിദ്വാൻമാർ യേശുവിന് മുൻപിൽ വീണ് നമസ്കരിക്കുവാൻ തക്കവണ്ണമിടയായി. കുന്തിരിക്കവും കാഴ്ചവെച്ചു. പ്രിയമുള്ളവര്, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? യേശു ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്തിനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത്? മാനവജാതിയെ പാപത്തിന്റെ അടിമത്തത്തിൽ, പാപമംഗലമായ ജീവിതത്തിൽ തങ്ങളുടെ ജീവിതം നാശത്തിലേക്ക് തള്ളിയിടുമ്പോൾ മനുഷ്യനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, പാപത്തിന്റെ യജമാനനായിരിക്കുന്ന പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് രക്ഷിക്കുവാൻ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവരാജ്യത്തെ സുവിശേഷിച്ച് രോഗികളെ സൗഖ്യമാക്കി, ഭൂതബാധരെ സ്വതന്ത്രരാക്കി വിടുവിച്ച്, ഭക്തന്മാരെ വിടുവിച്ച്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് യേശു ദൈവമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് 33 തിരുവയസ്സിൽ 7 കോടതികളിൽ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് വിധിക്കപ്പെട്ടിട്ട് നീതിമാനെന്ന് ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പീലാത്തോസ് വിധി എഴുതി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ക്രൂശിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. മാന്യ സ്നേഹിത, നീതിമാനായവൻ നീതി കെട്ടവർക്ക് വേണ്ടി, പാപികളായവർക്ക് വേണ്ടി, ശത്രുക്കളായവർക്ക് വേണ്ടി, ബലഹീനരും ദോഷികളുമായവർക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിക്കുവാനിടയായി. ഈ യേശു എനിക്കും നിനക്കും വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. എന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നീ എത്ര പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തിയായാലും നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന പൈശാചിക ശക്തി എത്ര ഉന്നതമാണ് എങ്കിലും നിന്നെ വിടുവിക്കുവാൻ പാപത്തിന്റെ യജമാനനായ പിശാചിനെ കാൽവരിയുടെ കൊലക്കളത്തിൽ പിശാചിന്റെ തലയെ തകർത്തുകൊണ്ട് വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂസിൽ ആയുധവർഗം എത്തിച്ചുകൊണ്ട് യേശു മരിച്ചവർ പാപമംഗലമായ മനുഷ്യന്റെ പാപത്തെ തന്റെ മേൽ ചുമന്നെടുത്തുകൊണ്ട് യേശു പാപികൾക്ക് വേണ്ടി ക്രൂസിൽ മരിക്കുവാനിടയായി. യേശുവിന്റെ ക്രൂസ് മരണം മനുഷ്യ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നീതിമാനായവൻ, നീതി കെട്ടവനായ നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂസിൽ മരിച്ചത്. പാപിയായിരിക്കുന്ന നിനക്ക് വേണ്ടിയാണ് പാപമില്ലാത്തവൻ ക്രൂസിൽ മരിച്ചത്. നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ ദൈവത്തോടുള്ള ബന്ധത്തിലാക്കി തീർക്കുവാൻ, ദൈവിക സമാധാനം നീ അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അവൻ 33 തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകളാൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ടു. ഈ